ഹായ്, നമസ്കാരം. ആം, ഇന്ന് ഡൽഹിയിൽ നടന്നുകൊണ്ടിരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ കോക്രോച്ച് ജനതാ പാർട്ടി യുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രതാപ് രാജിവെച്ചിരിക്കുകയാണ്. ഈ പ്രക്ഷോഭത്തിന് കാരണം എന്താണ്? നീറ്റ് തന്നെയാണ്. നീറ്റിൻ്റെ നടത്തിപ്പിൻ്റെ കെയർലെസ്നെസ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരേണ്യവർഗത്തിന് മാത്രം ഇനി മുതൽ ഇത്തരത്തിലുള്ള ഒരു തരം മത്സര പരീക്ഷകൾ ക്രാക്ക് ചെയ്താൽ മതി എന്നുള്ള ഒരു നടപടിയിലേക്കാണ് പോയത്. ഒരു ഗുരുതര വീഴ്ച ഈ വർഷം നടന്നു എന്ന് വെച്ചാൽ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചോർന്നു പോവുക, അതും ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ. എന്നിട്ട് അത് ടെലിഗ്രാം എന്ന് പറഞ്ഞൊരു ആപ്പിനെ ബാൻ ചെയ്യുക. എങ്ങനെ? എനിക്കൊരു ആപ്പ് ബാൻ ചെയ്യുന്നതിന് ഒക്കെ ആളുപരി അത് അത്രത്തോളം കെയർലെസ് ആയിട്ട് നടത്തുന്നത് കൊണ്ട് മാത്രമാണ് ആ എക്സാംസ്, അതല്ലെങ്കിൽ മത്സര പരീക്ഷകളുടെ ചോദ്യപേപ്പറൊക്കെ ചോർന്നു പോകാൻ അത്രയും കെയർലെസ്നെസ് ആണ്. കേരളത്തിൽ PSCയുടെ അതൊരു ഫസ്റ്റ് ടൈം ഇൻസിഡൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു പരീക്ഷയുടെ ഒരു PSC ഒരേ 10th ലെവൽ പ്രിലിംസിൻ്റെ ഒരു 2 സ്റ്റേജ് ഒരു ദിവസം തന്നെ രാവിലെയും വൈകുന്നേരം രാവിലെ ഉച്ചയ്ക്കുമായിട്ട് നടത്തുന്നതുകൊണ്ട് അവിടെ വന്ന ഒരു സ്കൂളിൽ വന്നൊരു കൺഫ്യൂഷൻ. അത് അങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്ക് അവർക്ക് തടിയൂര. പക്ഷേ ഇതങ്ങനെയല്ല. എന്നിട്ട് വീണ്ടും ഒരു എക്സാമിനേഷൻ. ആ എക്സാം ഒന്ന് എഴുതി. അവിടുത്തെ നീറ്റിൽ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. പിന്നെ പരീക്ഷ നടന്നു. കുറച്ച് പരീക്ഷ നടന്നു. വീണ്ടും പരീക്ഷ. കഷ്ടപ്പെട്ട് എത്രയോ ഇരുന്ന് പഠിക്കുന്ന കുറേ പേരുണ്ട്. എല്ലാവരും ഇൻ്റലിജൻസ് കോഷ്യൻ്റ് കൂടിയ ഒരു IQ കൂടിയ കുട്ടികളൊന്നുമല്ല. സാധാരണ കുട്ടികളാണ്, സാധാരണക്കാരൻ്റെ മക്കൾക്കും പഠിക്കണം. ഇവിടെ ഒരു പ്രതിവർഷം ഏകദേശം 2 ലക്ഷം മുതൽ തുടങ്ങുന്നു ഇവിടുത്തെ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ. ഏറ്റവും ചെറിയ ലെവൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിന് കൊടുക്കേണ്ട തുകയാണ് കുറഞ്ഞത് 2 ലക്ഷം. എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിന് ഒരു വർഷം കൊടുക്കേണ്ടത്. എന്തുകൊണ്ട്? എന്നിട്ടത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം വീണ്ടും ശ്രമിക്കുക. 2 വട്ടമാകുമ്പോൾ എത്രത്തോളം? 4 ലക്ഷം ആയിരിക്കത്തില്ല. ഒരു വർഷം കൊണ്ട് മാറുന്ന ചേഞ്ച്. നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞു വരും. അന്നേരം അനുസരിച്ച് സാധനങ്ങളുടെ വില കൂടും. എല്ലാത്തിനും വ്യത്യാസങ്ങളുണ്ടാവും. നല്ല ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. നമ്മളന്നേരം ആ ഒരു 2 ലക്ഷം എന്നല്ല, 3.5 ലക്ഷം 4 ലക്ഷത്തിനോട് അടുത്ത് പോവും. വലിയൊരു 6 ലക്ഷത്തിന് മുകളിലേക്ക് വരുമാനം മൊത്തത്തിൽ ഇതുവരെ 2 വർഷം കൊണ്ട് ചിലവ് പോകുന്നുണ്ട്. പിന്നെ കുട്ടിയുടെ മാനസിക നില, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കാൻ കഴിയാത്ത പെട്ടെന്ന് ഒന്ന് കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിച്ചെടുക്കാൻ കഴിയാത്തത് നമ്മുടെ സ്വന്തം മനസ്സിനെയാണ്. ഒരു വട്ടം ഒന്ന് പോയി കയ്യിൽ നിന്ന് പോയാൽ തിരിച്ചു പിടിക്കാൻ ഒരുപാട് പാടുപെടേണ്ടി വരും. അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. അനുഭവമുണ്ട്. ഡിപ്രഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കും എന്താ അതിങ്ങനെ പലരുടെയും ഒരു ഇതാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു രോഗാവസ്ഥയാണ്. മരുന്ന് കഴിച്ചാൽ മാറ്റാൻ പറ്റൂ. അനുഭവം കൊണ്ട് പറയുകയാണ്. ഡിപ്രഷൻ പേഷ്യൻ്റ് ആയിരുന്നു. ഇപ്പോഴല്ലെന്ന് ഞാൻ പറയുന്നത്, പൂർണ്ണമായല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഡിപ്രഷൻ, ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ളതുപോലെ ഉണ്ട്. പക്ഷേ അത് ഓവറായിട്ടില്ല എനിക്ക്. പക്ഷെ ഞാനൊരു ലൗഡായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യങ്ങളിലും ഒറ്റയ്ക്കാണ് ഞാൻ പൊരുതാറുള്ളത്. ആ ലോൺലെസ് എനിക്കിഷ്ടമാണ്. കാരണം അതെൻ്റെ ഇഷ്ടമാണ്. ഇപ്പം ഞാനല്ലല്ലോ നിങ്ങളല്ല ഞാൻ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ഐഡിയോളജി ഉണ്ട്. അതിനെല്ലാം ഞാൻ മാനിക്കുന്നു. പക്ഷേ എൻ്റെ ഐഡിയോളജിയും എൻ്റെ കാഴ്ചപ്പാടും പറ്റിയ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നു. അത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നെങ്കിൽ മാത്രം ഏറ്റെടുക്കാം. തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റായ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് താഴെ പറയാം കമൻ്റായിട്ട്. എന്നിട്ട് അതിൽ കഴമുണ്ടെന്ന് തോന്നിയാൽ ഞാനത് മാറ്റാം. നിങ്ങൾ എന്നെ മാറ്റാം. നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്നൊരു
ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു ശരിയുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്കൊരു മാറ്റമാവുന്നില്ലേ? അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ആയിരിക്കണം എല്ലാവരുടെയും എല്ലാ ആശയങ്ങളും കേൾക്കണം. പക്ഷേ എന്നിട്ട് അന്തിമ തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വമാണ്. വ്യക്തിത്വപരമായ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കണം. നമ്മുടെ തീരുമാനം എടുക്കുക. അത് ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്ന് വിട്ടുപോയി. നമ്മുടെ നീറ്റ് പോലുള്ള പരീക്ഷകൾ, അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നീറ്റ് പൂർണ്ണമായും നിരോധിക്കണമെന്നാണ്. ഇത് വരേണ്യവർഗത്തിന് മാത്രം, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ഹൈറാർക്കിയൽ ഒരു പൊതുസമൂഹത്തിൽ കൂടുതൽ ഒരു എന്താ പറയുക, വലിയ നിലയിലുള്ളവർക്ക് മാത്രം എക്സാമുകൾ എഴുതിയാൽ മതി. ഇപ്പോഴത്തെ കാലത്ത് ഒരു സത്യസന്ധത, ഒരു ക്ലാരിറ്റി ഇല്ല എക്സാമിന്. എക്സാം എന്ന് പറയുന്നത് നടത്തുന്നത് ഇപ്പോൾ CBSEയുടെ ക്വസ്റ്റ്യൻ പരീക്ഷാ മൂല്യനിർണ്ണയം നടത്തുന്നത് ഏതോ ഒരു വിദേശ ഏജൻസി. അത് ഇപ്പോഴത്തെ ധർമ്മേന്ദ്ര പ്രതാപ്, ഈ രാജിവെച്ച മന്ത്രിയുടെ മകളുടെ ഏതോ ഒരു കമ്പനിയാണ്. അതും എന്തോ ലീക്കൊക്കെ നടന്നു എന്ന് ഞാൻ കേട്ടു. വാർത്തകൾ അധികം കാണാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ്. കൃത്യമല്ല എന്ന് തോന്നുമെങ്കിലും ശരിയാണ്, ഇതൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അതെന്തിനാണ് അങ്ങനെ വിദേശ ഏജൻസി അയക്കേണ്ട ആവശ്യം? നമ്മുടെ ഇവിടെ ഒരു കൗൺസിൽ ഉണ്ടാക്കിക്കൂടെ? നമ്മുടെ സ്റ്റേറ്റിന് അല്ലെങ്കിൽ രാഷ്ട്രീയ ആ ഒരു CBSE എന്ന ഒരു വകുപ്പിന് ഒരു കൗൺസിൽ ഉണ്ടാക്കി ഇത്ര അധ്യാപകരെ നിയമിച്ച് പരീക്ഷാ മൂല്യനിർണ്ണയം നടത്തിയാൽ പോരെ? അതുപോലെ എൻ്റെ അഭിപ്രായം. മറ്റൊന്ന് ഈ നീറ്റ് നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള പ്രൊഫഷണൽ കോളേജുകൾ, എഞ്ചിനീയറിങ്, മെഡിക്കൽ കോളേജുകളിലേക്കുള്ള പരീക്ഷകൾ എല്ലാം സംസ്ഥാനങ്ങൾ വീണ്ടും പഴയ പണ്ടുണ്ടായിരുന്ന പോലെ, നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ കീം ഉണ്ടായിരുന്നു, അതുപോലെ അത് വേണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അതാണ് വേണ്ടത്, അത്തരത്തിലേക്ക് മാറുക. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്സിൻ്റെ കീഴിൽ വരുന്ന പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവരുടേതായ ഒരു എക്സാമിനേഷൻ, JEE ഉണ്ട്, JEE പ്രിലിംസ് മെയിൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ എയിംസിൻ്റേതായ ഒരു എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ എയിംസ് എല്ലാം കൂടെയാണ് നീറ്റ് എന്ന് പറഞ്ഞു കേട്ടി. അന്നേരം എയിംസിൻ്റേതായ പിന്നെ ബാക്കിയുള്ളതിന് എല്ലാം കൂടെ സെൻട്രൽ ഗവൺമെൻറ്സിൻ്റെ അണ്ടറിൽ വരുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അതിൻ്റേതായ ഒരു കോഴ്സ്. പിന്നെ ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ നടത്തുന്നതിന്, ഇതിലേക്ക് അപേക്ഷിക്കുന്നതിന് ഉള്ള പൈസ എന്നത് പൂർണ്ണമായും വേണ്ടെന്ന് വെക്കണം. ആരുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിക്കേണ്ട. വിദ്യാഭ്യാസം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും. അതിനുള്ള വകുപ്പ് കണ്ടുപിടിക്കും. സൗജന്യമാക്ക് വിദ്യാഭ്യാസ മേഖല. നീറ്റ് മാറ്റണം. നീറ്റിന് ഒരു അച്ചടക്കമില്ല. അല്ലെങ്കിൽ വീണ്ടും ക്ലിയർ ആയിട്ട് എല്ലാ വർഷവും ഇത്ര സീറ്റുകളിൽ എല്ലാ കുട്ടികൾക്കും കിട്ടണം. നീറ്റ് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും പരീക്ഷ എഴുതി ജയിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പലരുടെയും മാനസിക നില പലപ്പോഴും ഈ വർഷം നടന്ന എക്സാമിനേഷൻ, ഒരു എക്സാമിനേഷൻ നടന്നു, അതിൻ്റെ ചോദ്യപേപ്പർ ചോർന്നു. അങ്ങനെ ആ എക്സാമിനേഷൻ റദ്ദാക്കി വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും എക്സാം നടത്തുമ്പോൾ ഒരു ആപ്പിനെ ഡിലീറ്റ് ചെയ്തു. അതിന് പകരം ആ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ഉള്ള കാരണം അന്വേഷിച്ച് കണ്ടെത്തി ആരാണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ് ചോർന്നത്, ഏത് വഴി, എന്താണ് കാരണം, എവിടെ നിന്നാണ് the point of ലീനേജ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോർച്ച എവിടെയാണ് നടന്നത്, എവിടെയാണ് തകരാറുണ്ടായത്, ആ തകരാറ് കണ്ടെത്തി പരിഹരിക്കാനുള്ള നടപടിയൊന്നും ഉണ്ടായില്ല. ഏതോ ഒരു ആപ്പ്
ആ ആപ്പിന് ഒരുപാട് ഗുണമുണ്ടായത്. ആ ആപ്പ് കൊണ്ട് ഒരുപാട് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ PSC, UPSC അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ക്ലാസ്സുകൾക്ക് ആ നോട്ട്സും മറ്റു കാര്യങ്ങൾക്ക് ഒക്കെ ഷെയർ ചെയ്യാനും അതുവഴി അതിന് ഉപകാരപ്പെടുന്ന ഒരു ആപ്പും കൂടിയായിരുന്നു. ഈ പറഞ്ഞ ആപ്പ് ടെലിഗ്രാം. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ഒരു കാര്യം നമ്മൾ നീറ്റ് പൂർണ്ണമായി നിരോധിക്കുക. നീറ്റ് വേണ്ട, പകരം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന മെഡിക്കൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾക്ക് അതിൻ്റേതായ ഒരു സംസ്ഥാന തലത്തിലെ ഒരു എൻട്രൻസ് പ്രവേശന പരീക്ഷ, മത്സര പരീക്ഷ ഉണ്ടാവുക. അതിലൂടെ കുറച്ച് പേർക്ക് അന്നേരം ആ ഒരു ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് കുറച്ച് പേർക്ക് അങ്ങ് പോകും. ഇപ്പം നമ്മുടെ നാട്ടിൽ വലിയ കോളേജുകളിൽ പോയി പഠിക്കാൻ കഴിയാത്ത സാമ്പത്തിക ശേഷി കുറഞ്ഞ കുട്ടികൾക്ക് ഇവിടുത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലായാലും അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളിൽ ചിലപ്പോൾ ചേരാനുള്ള അവസരം കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേന്ദ്ര ഡ്രൈ ആണ് തൊണ്ട, കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള എക്സാമിനേഷൻ കോളേജുകൾ, പ്രൊഫഷണൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അത് ക്രാക്ക് ചെയ്ത് പോകാനുള്ളൊരു ഗുണമുണ്ടാകും. ഇത് വലിയൊരു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേര്, ഒരു വർഷം ഏതാണ്ട് 22 ലക്ഷങ്ങളൊന്നുമല്ല, കോടിക്കണക്കിന് പിള്ളേരാണ് ഒരു പരീക്ഷ എഴുതുന്നത്. എന്നിട്ട് 22 ലക്ഷം 30 ലക്ഷം അങ്ങനെ ഇതെങ്ങാണ്ടേ ഉള്ളു. ഏറ്റവും കൂടുതൽ 20-നും 35-നും ഇടയിലുള്ള പ്രായമുള്ള ജനത ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. ദ ബെസ്റ്റ് ഫ്യൂച്ചേഴ്സ്. ഒരു മനുഷ്യൻ്റെ, ഒരു മഹാനായ വ്യക്തിയുടെ ഒരു വലിയൊരു കോട്ടല്ല, അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യയുടെ യുവാക്കളിലാണ് ഇന്ത്യയുടെ ഭാവി, ഇന്ത്യ ജീവിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ അദ്ദേഹം ഇന്ന് ജീവനോടെ ഇല്ല. അങ്ങനെ കണ്ടൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. കറക്റ്റ് ആ സെൻറ്റൻസ് കിട്ടാത്തതുകൊണ്ടാണ് എൻ്റെ രീതിയിൽ ഞാനങ്ങ് പറഞ്ഞത്. പക്ഷേ ഇപ്പം ഇന്ത്യ ഈസ് എ കോർപ്പറേറ്റിൻ്റെ ഏതോ ഒരു കോർപ്പറേറ്റുകളുടെ ഏകാധിപത്യ രാജ്യമാകാൻ പോകുന്ന തരത്തിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ മതം, ജാതി അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും എഡ്യൂക്കേഷൻസ്, ആരോഗ്യ മേഖല അങ്ങനത്തുള്ള സ്ഥലത്തൊന്നും കൊണ്ടുവരാനേ പാടില്ല എന്നൊരു അഭിപ്രായം ഉള്ള ഒരാളാണ് ഞാൻ. എഡ്യൂക്കേഷനിലും ആരോഗ്യ മേഖലയും ഒരിക്കലും പണം സമ്പാദിക്കാനുള്ള മേഖലയാവരുത്. അതൊരു പൂർണ്ണ സൗജന്യ മേഖലയാകണം ഇന്ത്യയിൽ പൂർണ്ണ സൗജന്യമാകണം എന്നൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അത് എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ വീഡിയോ നിങ്ങളോട് ഞാൻ പറയുമ്പോൾ എന്തായാലും ഇവരുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പോരാട്ടം തുടക്കം ഏതാണ്ട് മാസങ്ങളോളം ആയെന്ന് പറഞ്ഞു. തുടക്കത്തിൽ 1 മാസത്തോളം ആവുന്നു, 1 മാസത്തിലധികം ആയെന്ന് അറിയാൻ കഴിഞ്ഞിട്ടാണ് അവരുടെ ആ പോരാട്ടം പോരാട്ടം ഒരു ചെറിയൊരു ജയം, ഒരു പോസിറ്റീവ് ആയിട്ടൊരു കാര്യം അവർക്ക് നടക്കുന്നു. അവർക്ക് അനുകൂലമാവുന്ന നീക്കം ഉണ്ടാവുന്നത് ഇന്നാണ്. ലൈക്ക് അയാൾ രാജിവെക്കുന്നിടത്ത് നിർത്തരുത് എന്നാണ് അഭിപ്രായം. ഇപ്പോഴും ഈ പറഞ്ഞ എല്ലാവർക്കും നീതി കിട്ടണം. രക്തസാക്ഷികളായ കുട്ടികളുണ്ട്, അവരെ പോലുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഒരു പരീക്ഷ കഴിഞ്ഞ് ആ റിസൾട്ട് വരുന്നവരെ പല കുട്ടികളുടെയും മാനസികാവസ്ഥ
വല്ലാത്ത പിരിമുറുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടുത്തെ അതിൻ്റെ കൂടെ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ കൊടുക്കുന്ന പ്രഷർ, അതിൻ്റെ കൂടെ ഈ ഈ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന പ്രഷർ, അതൊന്നും താങ്ങാൻ കഴിയില്ല. ഇവിടെ എനിക്ക് എൻ്റെ ചില എന്തോ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് എൻ്റെ മനസ്സ് എവിടെയൊക്കെ പോയി. പിന്നെ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ആരുടെയൊക്കെയോ ഒരു ഭാഗ്യത്താലും പ്രാർത്ഥനയായാലും ഇപ്പം ഞാനത് തിരിച്ചു പിടിച്ച് എൻ്റേതായൊരു പോയിൻ്റ് ഓഫ് വ്യൂ, ഒരു കോൺഫിഡൻസ് ഉണ്ട്. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ ഒരു ഡ്രീം അത് കംപ്ലീറ്റ് ചെയ്യും. എന്നെ ഉറങ്ങാൻ അനുവദിക്കാത്തൊരു ഡ്രീം ഇപ്പോഴും എൻ്റെ ഊണിലും ഉറക്കത്തിലും ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഞാൻ നേടിയെടുക്കും. എൻ്റെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അമ്മ പുറത്തൊരു പ്രവാസിയാണ്. പക്ഷേ അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അവിടേക്ക് വരാൻ എനിക്കൊരിക്കലും താല്പര്യമില്ലടോ. എനിക്ക് എൻ്റെ നാട്ടിൽ പഠിച്ച് ജയിച്ച് ജീവിച്ച് ജോലി ചെയ്താനല്ല, ജോലി ഒരുപാട് പേർക്ക് കൊടുത്ത് ഒരുപാട് പേരെ ഉയർത്തിക്കൊണ്ട് വന്ന് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവിക്കാനാണ് എനിക്കിഷ്ടം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തു നിന്ന് എത്രയോ പേര് നാസയിലും പല സിനിമകളിൽ പലതിലും ഒരുപാട് വന്നിട്ടുള്ള ഒരു ഡയലോഗാണ്. പല ആപ്പുകളുടെ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ, പിന്നെ നാസയിൽ, അല്ലെങ്കിൽ അതിന് അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളുടെയൊക്കെ സ്ഥലത്തൊക്കെ ഇഷ്ടം പോലെ നമ്മുടെയൊക്കെ ഈ യങ് ജനറേഷൻ അല്ലെങ്കിൽ അവരുടെയൊക്കെ തല കൊണ്ടുപോയി അവർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെന്താ യൂസ് ചെയ്യാത്തത്? നമ്മുടെ ഈവൻ ഇൻ ദ സ്പോർട്സ് ദർ ഈസ് നോട്ട്. ഇപ്പം നമ്മൾ ഇന്ത്യയുടെ ഫുട്ബോൾ വേൾഡ് കപ്പ് കേരളത്തിലെ കാര്യത്തിൽ എല്ലാ തെരുവോരങ്ങളിലും കാണാം. ബ്രസീൽ, പോർച്ചുഗൽ, അർജൻറ്റീന, സ്പെയിൻ, അങ്ങനത്തെ ഉള്ള കുറേ ഫാൻ ക്ലബ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്തിന്? സ്വന്തം രാജ്യത്ത് ഒരു ഫുട്ബോൾ ടീമുണ്ട്, അതിനെ കൊണ്ടുവരണം. അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ്റും ഇന്ത്യൻ പൊളിറ്റിക്സും സമ്മതിക്കാത്തത് കൊണ്ടാണ് എന്നത് ഉറപ്പിച്ച് ഞാൻ പറയുന്നു. കാരണം ഇന്ത്യൻ ഹോക്കി ടീമിന് നാഷണൽ ഗെയിമായ ആ ഹോക്കി ടീമിന് സ്പോൺസർഷിപ്പ് ഏതോ ഒരു സ്റ്റാച്യു അല്ല, ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റാണ് കൊടുക്കുന്നത് സ്പോൺസർഷിപ്പ്. കഷ്ടം. കൊല്ലത്തൊരു ഹോക്കി സ്റ്റേഡിയം, ഇൻ്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അറിയുമോ? എൻ്റെ നാട് കൊല്ലമാണ്. കൊല്ലത്തൊരു എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. കൊല്ലത്തിൽ കേരളത്തിൽ തന്നെ ആർക്കും അറിയത്തില്ല ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, ഇൻ്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം ഒരെണ്ണം ഈ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾക്കറിയത്തില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ പേരുണ്ടോ. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് ഈ സ്പോർട്സിലായാലും ആർട്സിലായാലും എഡ്യൂക്കേഷനിലായാലും എല്ലാത്തിലും നല്ല മികവുറ്റവരും, നല്ല ഭാവിയിൽ നല്ല രീതിയിൽ അവർക്ക് കോച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം വിദ്യാഭ്യാസത്തിന് ഇപ്പം ഒരു ഡോക്ടറെ ഉണ്ടാക്കാൻ അതിനും കോച്ചിങ് എല്ലാത്തിനും ഞാൻ കോച്ചിങ് എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നു. കോച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഡോക്ടറെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നല്ല ഡോക്ടേഴ്സിന്, നല്ല കൈപ്പുണ്യമുള്ള ഡോക്ടറെന്ന് നമുക്ക് പറയത്തില്ലേ, നല്ല ഡോക്ടേഴ്സ്, നല്ല എന്താ പറയണ്ടേ, നല്ല ഒരു നല്ല എഞ്ചിനീയർമാർ, നല്ല തലയ്ക്ക് ആൾതാമസമുള്ള, അല്ലെങ്കിൽ ഒരിക്കലും ആർക്ക് വേണ്ടിയും ആരുടെ മുന്നിലും അന്തസ്സും ആത്മാഭിമാനവും പണയം വെക്കാത്ത കുറേ പേര് ഡെമോക്രാറ്റ്സ്, IAS ഉദ്യോഗസ്ഥരുണ്ടാവും. പിന്നെ ഒരുപാട് ഫുട്ബോൾ പ്ലെയേഴ്സ്, അല്ലെങ്കിൽ സ്പോർട്സ് പ്ലെയേഴ്സ്, അക്കാഡമിക്കൽ, കൾച്ചറൽ, സോഷ്യൽ. ഇപ്പം എഡ്യൂക്കേറ്റഡ് ലീഡേഴ്സ് എന്നാണ് വേണ്ടതെന്നാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേറ്റഡ് അല്ല, വിദ്യാഭ്യാസമുള്ള ലീഡേഴ്സ് എന്നല്ല, വിഷണറി ഉള്ള ലീഡേഴ്സ് വേണം നമുക്ക് വേണ്ടത്. നമ്മുടെ രാജ്യത്തൊരു വിഷണറി ഉള്ള എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, അത് കൃത്യമായി അറിയാവുന്ന ലീഡേഴ്സിനെയാണ് വേണ്ടത്. എനിക്കൊരു ലീഡർ ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് ഞാൻ തെളിയിക്കണം.
ശരി, ബൈ ബൈ. എന്തായാലും ഞാൻ പറയുന്നത്, കോക്രോച്ച് ജനതാ പാർട്ടി അവരുടെ ഈ തുടക്കം ഒരിക്കലും ഇപ്പം അവസാനിപ്പിക്കരുത്. ഒരിക്കലും അവരുടെ പോരാട്ടം അവസാനിപ്പിക്കാതിരിക്കുക. അവർ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നീതി കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥിതി സിസ്റ്റം മാറുന്നത് വരെ അവരുടെ പോരാട്ടം മാറ്റാൻ വേണ്ടിയിട്ട് അവരുടെ പോരാട്ടം എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുക. ഒരിക്കലും അവസാനിപ്പിക്കരുത്. നമ്മുടെ യുവതയെ നമുക്ക് യൂസ് ചെയ്യണം. നമ്മുടെ രാജ്യത്തിൻ്റെ യുവതയുടെ ശക്തിയെ നമുക്ക് യൂസ് ചെയ്യണം. നമുക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ എവിടെ, എന്തിനാണ് മറ്റുള്ള രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത്? ഇവിടെ യൂസ് ചെയ്യിപ്പിക്കൂ. ബൈ. ജയ് ഹിന്ദ്.